ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. വിളയൂർ ഗ്രാമപഞ്ചായത്തിന് സ്വരാജ് തിളക്കം. ജില്ലയിലെ മികച്ച രണ്ടാമത്തെ പഞ്ചായത്തായി വിളയൂരിനെ തെരഞ്ഞെടുത്തു. മാലിന്യമുക്ത പ്രവർത്തന മികവും സദ്ഭരണ മേന്മകളും പരിഗണിച്ചാണ് നേട്ടം കൈവരിച്ചത്. മാലിന്യമുക്ത പ്രവർത്തന മികവും സദ്ഭരണ മേന്മകളും സമന്വയിപ്പിച്ച് വിളയൂർ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് വിളയൂരിന് സ്വരാജ് പുരസ്കാരം ലഭിച്ചത്. ജില്ലയിൽ മികച്ച പഞ്ചായത്തിനുള്ള 2ാം സ്ഥാനമാണ് വിളയൂർ കരസ്ഥമാക്കിയത്. 2.5 പതിറ്റാണ്ടിന് ശേഷമാണ് സ്വരാജ് ട്രോഫി വീണ്ടും വിളയൂരിനെ തേടിയെത്തുന്നത്. 500-ലേറെ കുടുംബങ്ങൾക്ക് താങ്ങായി ലൈഫ് പദ്ധതിയിലൂടെ നിർമ്മിച്ച വീടുകൾ, മികച്ച അങ്കണവാടി പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഈ പുരസ്കാരത്തിന്റെ മാറ്റുകൂട്ടുന്നു. സംസ്ഥാനത്തെ ആദ്യ ഭിന്നശേഷി അങ്കണവാടി, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നിവയും വിളയൂർ പഞ്ചായത്തിന്റെ വികസന മാതൃകകളിൽ എടുത്തു പറയേണ്ടതാണ്. മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്കായി പഞ്ചായത്തിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത്. എല്ലാ വാർഡിലും മഹാശുചിത്വ സഭകൾ ഒരുക്കി. എല്ലാ പ്രധാന കവലകളിലും വ്യാപാരികളുടെ സഹായത്തോടെ പ്ലാസ്റ്റിക് മാലിന്യ തൊട്ടി സ്ഥാപിച്ചു. ആരോഗ്യം, ശുചിത്വം, രോഗപ്രതിരോധം, വ്യായാമം എന്നിവയെല്ലാം ഉൾച്ചേർന്നുള്ള പദ്ധതികളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കിയത്. തരിശായി കിടന്ന 6 ഹെക്ടർ ഭൂമിയിൽ പഞ്ചായത്ത് കൃഷി ഇറക്കിയതും സംഘകൃഷി വ്യാപകമാക്കിയതും പഴം, പച്ചക്കറി, പൂക്കൾ തുടങ്ങിയവയെല്ലാം 100 മേനി വിളവെടുത്തതും കാർഷിക മേഖലയിലെ വിളയൂർ പഞ്ചായത്തിന്റെ മികവിനെ വിളിച്ചോതുന്നു. പഞ്ചായത്തിന്റെ തനതു പദ്ധതിയായ നീർത്തട സംരക്ഷണ പദ്ധതിയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും മാതൃകാപരമാണ്. മാലിന്യമുക്ത പ്രവർത്തനങ്ങളും സദ്ഭരണ മേന്മകളും സമന്വയിപ്പിച്ച് വിളയൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് ഈ അവാർഡ് 2023-24 വർഷത്തെ സ്വരാജ് അവാർഡ് വിളയൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്. എല്ലാ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നിർവഹണ ഉദ്യോഗസ്ഥരും വളരെയധികം അവനവൻ്റെ ഭാഗം, അതായത് ജനങ്ങൾക്ക് വേണ്ടി അവർ നടത്തിയ ഏറ്റവും നല്ല പ്രവർത്തന മികവിൻ്റെ ഫലമായും കൊണ്ടാണ് നമുക്ക് ഇത്തരം അവാർഡ് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിളയൂർ ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ 500-ലധികം വീടുകൾ കൊടുത്ത ഒരു ഗ്രാമപഞ്ചായത്താണ്. കുട്ടികൾക്കും വൃദ്ധർക്കും യുവജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ബഡ്സ് മേഖലയിലാണെങ്കിലും കൃഷി മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ വളരെയധികം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതുകൊണ്ടാണ് നമുക്ക് ഇത്തരം നല്ലൊരു നേട്ടം കൈവരിക്കാനായത്. പൊതുജന പരാതികൾ രമ്യമായി പരിഹരിക്കാനുള്ള വേദികൾ, ജാഗ്രതാ സമിതികൾ, ബഡ്സ് സ്കൂൾ പ്രവർത്തനങ്ങളിലെ സമൂഹ പങ്കാളിത്തം എന്നിവയും വിളയൂർ പഞ്ചായത്തിനെ വേറിട്ടതാക്കുന്നു. വാർഷിക പദ്ധതി പ്രവർത്തനത്തിൽ 100% ഫണ്ടും ഫലപ്രദമായും സമയബന്ധിതമായും സുതാര്യമായും വിനിയോഗിക്കുന്നുവെന്നതും അനുബന്ധ സമിതികളായ PTA-കൾ, HMC-കൾ, VEC, PEC, പാടശേഖര സമിതികൾ, ശുചിത്വ സമിതികൾ തുടങ്ങിയവയെല്ലാം പഞ്ചായത്ത് ഭരണസമിതിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്നതും പഞ്ചായത്തിനെ അവാർഡിന് അർഹമാക്കിയതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. സ്വരാജ് ട്രോഫി പാലക്കാട് ജില്ലയിൽ 2ാം സ്ഥാനം നമുക്ക് നേടാൻ കഴിഞ്ഞു. നമുക്കറിയാം, എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് അതിനുള്ള ഒരു കാരണം. പ്രത്യേകിച്ച് നമ്മുടെ പൊതുജനങ്ങൾ സമയാസമയം അവരുടെ ആശയങ്ങളും ആശങ്കകളും പങ്കുവച്ചത് മുഖവിലക്കെടുത്തുകൊണ്ട് പദ്ധതിയാക്കി നടപ്പിലാക്കിയത് കൊണ്ടാണ് ഈ നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. ഇതിൻ്റെ മുന്നിലും പിന്നിലും നിരവധി ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ജീവനക്കാർ, നിർവഹണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങി ഇതിൻ്റെ മുന്നിലും പിന്നിലും നിന്ന നിരവധി നാട്ടുകാർ, നമ്മുടെ ഈ വിജയം ആഗ്രഹിച്ച നാട്ടുകാർ വേണ്ട സാഹചര്യത്തിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ പിന്തുണയ്ക്ക് തന്നതുകൊണ്ട് നമുക്ക് ഈ നേട്ടം നേടാൻ കഴിഞ്ഞു. എന്തായാലും ഈ പുരസ്കാരം വിളയൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ജനങ്ങൾക്കാണ്, അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. 15 മെമ്പർമാരും പഞ്ചായത്ത് ജീവനക്കാരും ഏകോപിതമായി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ അംഗീകാരമാണ് പഞ്ചായത്തിന്റെ സ്വരാജ് നേട്ടം.